മൈഗ്രേൻ രോഗികളായിട്ടുള്ള ഒട്ടുമിക്ക സ്ത്രീകളുടെയും കൂടപ്പിറപ്പോ സന്തത സഹചാരിയുമാണ് വിക്സ്, ടൈഗർ ബം, അമൃതാഞ്ജൻ മുതലായ ലേപനങ്ങൾ. ഒട്ടുമിക്ക രോഗികളും അവരുടെ യാത്രാ സമയങ്ങളിലും ഒരു ദിവസത്തിൽ തന്നെ പല തവണകളായിട്ട് ഇത്തരത്തിലുള്ള ഓയിൻമെന്റുകളും ബാമുകളും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്താറുണ്ട്. ഇന്നലെ മലപ്പുറത്ത് നിന്നും വന്ന ഒരു രോഗി നമ്മളോട് പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പാക്കറ്റ് വിക്സ് അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വിക്സ് ഒക്കെ ഏകദേശം 7 തൊട്ട് 10 ദിവസം വരെ ഉപയോഗിച്ച് തീർക്കുന്നു എന്നുള്ളത്. തലവേദന വരുന്നു എന്ന് തോന്നി തുടങ്ങുമ്പോൾ തന്നെ കണ്ണിലും മൂക്കിലും മുഖത്തിന്റെ പല ഭാഗങ്ങളിലും നെറ്റിയിലും കഴുത്തിലും എന്തിനേറെ തേക്കാൻ പറ്റുന്ന എല്ലാ ഭാഗങ്ങളിലും ഇതെല്ലാം തേച്ചുകൊണ്ട് നീറിക്കൊണ്ട് പുകഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഒരു ആശ്വാസമാണ് ഡോക്ടറെ എന്നുള്ളതാണ് ആ രോഗി നമ്മളോട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ലേപനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കൗണ്ടർ ഇറിറ്റന്റ് എന്ന ഗണത്തിൽപ്പെടുന്ന പദാർത്ഥങ്ങളാണ്. ഇത്തരത്തിൽ കൗണ്ടർ ഇറിറ്റന്റ് ചെയ്യുമ്പോൾ നമ്മുടെ തൊലിയിൽ ഉണ്ടാവുന്ന നീറലും ഇറിറ്റേഷനും കാരണം നമ്മളുടെ ആന്തരികമായിട്ടുള്ള പെയിൻ അല്പം മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലുണ്ടാവുന്ന മെന്തോൾ പോലെയുള്ള തണുപ്പ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു കുളിർമയും കൂളിംഗ് എഫക്റ്റും നൽകുന്ന സബ്സ്റ്റൻസുകൾ ഉള്ളത് കാരണം ഒരല്പസമയത്തേക്ക് മൂക്കെല്ലാം തുറന്നിരിക്കുന്നത് പോലെയും ശ്വാസം നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന പോലെയല്ല നമുക്ക് തോന്നിയേക്കാം. ഇതൊന്നും ഇതിനൊരു ശാശ്വത പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുകയും കൃത്യമായിട്ടുള്ള രോഗനിർണയവും ചികിത്സയുമാണ് ഇതിനുള്ള പരിഹാരം എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. പതിവായിട്ട് വിക്സ്, അമൃതാഞ്ജൻ പോലത്തെ ബാമുകൾ ഉപയോഗിക്കുന്ന ആളുകളിൽ ജലദോഷവും അലർജിയും അതുപോലെ തന്നെ സൈനസൈറ്റിസ് പോലത്തെ രോഗങ്ങളും വളരെ ക്രോണിക് ആയിട്ട് കണ്ടുവരാറുണ്ട്. ഇത്തരം ലേപനങ്ങൾ ഉപയോഗിക്കാതെ ജീവിതം മുന്നോട്ട് പോകാനാവില്ല എന്ന് വിചാരിക്കുന്നവർ താഴെ കമന്റ് ചെയ്യുമല്ലോ.